ബെസ്റ്റ് മൂവീസ് ടു വാച്ച്. അതായത് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല എന്റെ ഫേവറേറ്റ് ലിസ്റ്റ് എന്നുള്ള മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസ്, ബെസ്റ്റ് മൂവീസ് ആയിട്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട അങ്ങനത്തെ പല ജോണറുകളുള്ള ഫിലിംസ്, അതിനെ കുറിച്ച് പറയണം വന്നേക്കുന്നത്. ആദ്യം ഹിന്ദിയിൽ നിന്ന് മർഡർ 2. മോഹിത് സൂരി സംവിധാനം ചെയ്ത മർഡർ സീരീസിലെ രണ്ടാമത്തെ വന്ന സിനിമയാണ് മർഡർ 2. ഇമ്രാൻ ഹഷ്മി, ജാക്ലിൻ ഫെർണാണ്ടസ്, പിന്നെ പ്രശാന്ത് നാരായണൻ തുടങ്ങിയവരാണ് ഇതിൽ മെയിൻ റോൾ വന്നേക്കുന്നത്. ഇതൊരു സീരിയൽ കില്ലർ, ഒരു സൈക്കോട്ടിക് ആയിട്ടുള്ള, ഭയങ്കര ഒരു യൂണീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭയങ്കര വീട്, അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു സീരിയൽ കില്ലറിനെ ഒരു റിട്ടയർഡ് ആയിട്ട് കുറച്ച് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പും, ആ കോപ്പിന്റെ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഒരു ഡാൻസർ ആയിട്ടുള്ള നായിക, ഇവര് ഉൾപ്പെട്ടുള്ള ഒരു സ്റ്റോറി. ഇത് ഭയങ്കര ത്രില്ലർ അല്ല അത്, പക്ഷെ ഭയങ്കര സ്റ്റോറി സെൻസ് ഉള്ള, ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ഒരു മർഡർ ഇൻവെസ്റ്റിഗേറ്റീവ് സീരിയൽ ത്രില്ലർ. എയർ റേറ്റഡ് ആണ്, വയലൻസ് ഉണ്ട്, കുറച്ച് ഹോട്ട് ആയിട്ടുള്ള രംഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പറ്റിയ ഒരു സിനിമയല്ല. പിന്നെ ഇതിന്റെ മെയിൻ ഹുക്ക് പോയിന്റ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങും ഇതിന്റെ സോങ്സ് പ്ലേസ്മെന്റും ഇതിന്റെ ആ ഒരു മിസ്റ്ററി എലമെന്റും ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ എത്ര കണ്ടാലും ഇതിൽ മതിയാവാത്തത് ഇതിന്റെ ആ ഒരു എൻഗേജിങ് പ്ലോട്ടാണ്. ഇതിന്റെ സോങ്സ് ഒക്കെ ബ്ലോക്ക് ബസ്റ്റർ ആണ്. ഹാലദിൽ നിന്നൊക്കെ സോങ് ഒക്കെ ഭയങ്കര ചാർട്ട് ബസ്റ്റർ ആണ്. അപ്പോൾ ഒരു മർഡർ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവര്, നല്ല സോങ്സ് ഇഷ്ടപ്പെടുന്നവര് കണ്ടിരിക്കേണ്ട ഇമ്രാൻ ഹഷ്മിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് മർഡർ 2. അപ്പോൾ കണ്ടു നോക്കുക. ഇപ്പോൾ ആമസോൺ പ്രൈമിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ഒരു ഇംഗ്ലീഷിൽ നിന്ന് നൈസ് ഗൈസ്. 2016 ഇറങ്ങിയിട്ടുള്ള ഷെയ്ൻ ബ്ലാക്ക് റിട്ടേൺ ചെയ്ത് ഡയറക്ട് ചെയ്ത പടമാണ്. റയൻ ഗോസ്ലിംഗ്, റസൽ ക്രൗ ഒക്കെയാണ് മെയിൻ റോള് വന്നേക്കുന്നത്. ഇവരുടെ ഒരു ബഡി കോംബോ തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഒരു സ്മാർട്ട് ആയിട്ടുള്ള, ഫൺ ആയിട്ടുള്ള, എന്താ പറയുക, സ്റ്റൈലിഷ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു കോമഡി പടമാണ് ദ നൈസ് ഗൈസ്. ഇതിൽ ഇവരുടെ കോംബോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കരിസ്മാറ്റിക്, എനർജറ്റിക്. അതായത് റസൽ ക്രൗ മാസ് ആൻഡ് ക്ലാസ് ആണെങ്കിൽ റയൻ ഗോസ്ലിംഗ് സ്മാർട്ട് ഫണ്ണ് ആണ്. അതിൽ ഡയലോഗ്, റയൻ ഗോസ്ലിംഗ് എസ്പെഷ്യലി ഒരു കിഡിലൻ പെർഫോമൻസ് ആണ്. ഓരോരോ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും പ്രസന്റേഷൻ ആണെങ്കിലും അടിപൊളിയായിട്ട് മുപ്പര് ചെയ്തിട്ടുണ്ട്. ഇത് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ പല ജോണറിൽ പെട്ടുന്ന ഒരു പടമായതുകൊണ്ട് വളരെ നല്ലൊരു ഫൺ ടൈം ആയിരിക്കും നിങ്ങളിത് കാണുകയാണെങ്കിൽ. അപ്പോൾ ഇത് കണ്ടു നോക്കുക. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്, ഭയങ്കര ഫേവറേറ്റ് മൂവിയാണ്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക. ഇനി ഒരു തമിഴ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇത് തമിഴിലും തെലുങ്കിലും ഒരുമിച്ച് അവർ ഇറക്കിയ പടമാണ് ഗെയിം ഓവർ 2019. തപസി ബനുവിന്റെ ഒരു പടമാണ്. ഇതൊരു പടത്തിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു 1.5-1.25 മണിക്കൂർ പടമുള്ളൂ. എഡിറ്റിംഗ് സൂപ്പറാണ്, അത് ആദ്യം തന്നെ പറയാം. കാരണം 1.5 മണിക്കൂറിനുള്ളിൽ ഒരു പല ജോണറുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്ത് പോകും. ഒരു PTSD, അതായത് ഒരു ട്രോമ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു വുമൺ, ആ ഒരു വീട്, ആ വീട്ടിലേക്ക് രാത്രി ഒരു ഇൻട്രൂഡർ ആക്രമിച്ച് വരികയാണ്. ഒരു സർവൈവൽ മോഡായിരിക്കും. സർവൈവൽ മോഡ് എങ്ങനെ ഡിഫെൻഡ് ചെയ്യുക, ആ ഒരു വീട്ടിലേക്ക് ആക്രമിച്ച് വരികയാണല്ലോ ആരും അറിയാത്തൊരു അപരിചിതൻ രാത്രി ഒരു വീട്ടിലേക്ക്. അപ്പൊ ആ പെൺകുട്ടി എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യണത്, ഒപ്പം അതിലൊരു ടൈം ലൂപ്പും കൂടി കൊണ്ടുവരും. അപ്പൊ ആ കഥ ഭയങ്കര എൻഗേജിങ് ആവും. ടൈം ലൂപ്പ്, സയൻസ് ഫിക്ഷൻ, അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ വിളിക്കാൻ പറ്റില്ല, ഒരു സ്പിരിച്വൽ, അങ്ങനത്തെ രീതിയിൽ ഒരു പല ജോണറുകൾ, പക്ഷെ 1.5 മണിക്കൂർ വെരി എൻഗേജിങ് ആയിട്ട് എടുത്തിട്ടുള്ള വളരെ ഒരു ബ്രില്യൻ ഒരു പടമാണ് ഗെയിം ഓവർ. അശ്വിൻ നാരായണ ഡയറക്ടർ. നേരത്തെ പറഞ്ഞ പോലെ തപസി ആണ് ഇതിൽ മെയിൻ റോള്. മറ്റുള്ളവർക്കൊന്നും ചെറിയ റോളുകളുള്ള കുറച്ച് ആൾക്കാർ വരുന്നുണ്ടെന്നുള്ളൂ. വളരെ എൻഗേജിങ് ആണ് പടം. കണ്ടു നോക്കുക. OTT-ലേക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക. ഇനി ഒരു മലയാളം പടം ഈ അടുത്ത കാലത്ത്, ഇത് ഞാൻ 2012 തിയേറ്ററിൽ നിന്ന് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എന്റെ ഫേവറേറ്റ് മൂവിയിൽ കയറിയ പടമാണ് ഈ അടുത്ത കാലത്ത്. നമ്മുടെ മുരളി ഗോപിയുടെ തുടക്കകാലത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് ആണ്. ആ കാലത്ത് പാത്ത് ബ്രേക്കിംഗ് സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ പടത്തിൽ തന്നെ പറഞ്ഞ പോലെ ഒരു ക്യൂബിക്സ് ക്യൂബ് കേട്ടിട്ടില്ലേ, അതിൽ നമ്മളിങ്ങനെ പല കളറുകൾ ഇങ്ങനെ നമ്മുടെ സ്കിൽ അനുസരിച്ച് നമ്മളിങ്ങനെ യോജിപ്പിക്കണം. നമ്മൾ എല്ലാ സൈഡും ഓരോ കളറായിട്ട് വരുന്നത്. ഈ ഒരു മെത്തേഡ് സ്ക്രിപ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് പല 4 കഥാപാത്രങ്ങൾ, ഇന്ദ്രജിത്ത്, മുരളി ഗോപി, അനൂപ് മേനോൻ, അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുടെ കഥകൾ ഒരു നഗരത്തിൽ നടക്കുന്നു. ഇതൊക്കെ അവര് കണക്ട് ചെയ്തിട്ട് ഒരു മോഡിലേക്ക് എത്തിക്കുന്നു. ഇതിലൊരു എന്താ പറയാ, ക്രൈം ഉണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് ഉണ്ട്, കോമഡി ഉണ്ട്, സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ വളരെ എൻഗേജിംഗ് ആയിട്ട്, വളരെ പെർഫോമൻസ് വഴിയാണെങ്കിലും മ്യൂസിക് അടിപൊളിയാണ്. അടിപൊളി BGM ഒക്കെ ഉള്ള പടമാണ് ഗോപി സുന്ദറിന്റെ. മൊത്തത്തിൽ ഒരു പാക്കേജാണ്. ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും മേക്കിംഗ് ക്വാളിറ്റി ആണെങ്കിലും വളരെ നന്നായിട്ട് വന്നിട്ടുള്ള അന്നത്തെ ഒരു പാത്ത് ബ്രേക്കിംഗ് ആണ്. നിങ്ങൾ കുറെ പേര് ഇപ്പൊ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടില്ലെങ്കിൽ എടുത്ത് കാണേണ്ട പടങ്ങളാണ് ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മർഡർ 2, ഈ അടുത്ത കാലത്ത് നൈസ് ഗൈസ് തുടങ്ങിയ പടങ്ങൾ. നിങ്ങൾ ഇതൊക്കെ കണ്ടു നോക്കുക. ഇനിയും ഇതുപോലത്തെ മൂവീസ് റെക്കമെൻഡേഷൻ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.